ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കണ്ണടച്ച് നമ്മളൊന്ന് കേട്ടു നോക്കുക. നമ്മളിങ്ങനെ ജീവിച്ചു പോവാണ്. ഒരു നാൾ നമ്മുടെ വീടുകൾ മറ്റുള്ളവരുടെ വീടാകും. ഒരു നാൾ നമ്മുടെ വീടുകൾ മറ്റുള്ളവരുടെ വീടായി മാറും. ഒരു നാൾ നമ്മുടെ സമ്പത്ത് മറ്റാരൊക്കെയോ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മുടെ പേര് പോലും നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. പക്ഷേ അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധം മാത്രം നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. ആ ബന്ധം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം അതിന് സുദൃഢതയുണ്ടാകും, സന്തോഷദായകമായിരിക്കും. അന്ന് ഒരു ചോദ്യം ഉയരും, നിനക്ക് ഖുർആനുമായി എത്രത്തോളം ബന്ധമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ പറയാൻ കഴിയുന്ന മറുപടി ഇന്ന് നാം നിർമ്മിക്കണം എന്നാണ് എനിക്ക് എൻ്റെ ഈ സംസാരത്തിൽ ആകെ തുകയായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. വൈഫൈ ഉണ്ടായിട്ടും ഒരു വാം ഫാമിലി ഇല്ലാത്ത നമ്മുടെ മക്കൾക്ക് വൈഫൈ ഇല്ലെങ്കിലും ഒരു വാം ഫാമിലിയായി മാറാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഉണ്ടായിട്ടും ഇന്ററാക്ഷൻ ഇല്ലാത്തതിന്റെ പേരിൽ ദുർവ്യവസ്ഥകളിലേക്ക് പോകേണ്ടി വന്ന നമ്മുടെ മക്കൾക്ക് ഇന്റർനെറ്റ് ഇല്ലെങ്കിലും ഇന്ററാക്ഷൻ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കണക്ഷൻസ് ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന്റെ പേരിൽ തിന്മയിൽ അകപ്പെട്ടു പോയ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ അനുഭവിക്കുവാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ ശബ്ദമുണ്ടാകും, സമാധാനമില്ലാതെയാകുന്നു. അതിൽ നിന്ന് മാറി വളരെ സന്തോഷകരമായി സമാധാനത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമാധാനത്തോടുകൂടെ ജീവിക്കുവാനും നിർഭയമായി ജീവിക്കുവാനും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുവാനും അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരണമേ. ഗഫൂറും വദൂദുമായ അല്ലാഹുവേ, നിന്റെ വിശുദ്ധ ഖുർആനിനെ എന്നും വായിച്ചു നോക്കുന്ന, പഠിക്കുന്ന, സ്ഥിരമായി വായിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനായ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ഇന്ന് അവരില്ല, അവർ ഖബറിലാണ്. റബ്ബേ, അവരുടെ ഖബറിൽ അവർക്ക് വിശാലമായ നിന്റെ സ്വർഗത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ. ഇടുങ്ങിയ ഖബറിൽ നിന്ന് അവർക്ക് വിശാലത നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയാൽ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. അവർ ചെയ്ത നന്മകൾക്ക് ഒരുപാട് പ്രതിഫലം നൽകുകയും തിന്മകളെ പുറത്തു കൊടുക്കുകയും ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ഏറ്റവും സൗമ്യമായി പെരുമാറാനും അവരിൽ നിന്ന് എന്തെല്ലാം നന്മകൾ ഉണ്ടായോ അതിലേറെ നന്മകൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നവരായും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. റഹ്മാനായ റബ്ബേ, പരസ്പരം സ്നേഹ സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഇനിയുള്ള കാലം തൗഫീഖ് നൽകണേ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിന്റെ ആദർശം സ്വീകരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ അതിക്രമങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾ, യുവാക്കൾ, കുട്ടികൾ, വൃദ്ധർ, അല്ലാഹുവേ, അവർക്കെല്ലാം ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اغفر لنا ولوالدينا ولمن أوصانا بالدعاء. اللهم اغفر لنا ولوالدينا وللمؤمنين والمؤمنات جميعا يا رب العالمين. اللهم انصرنا وانصر إخواننا المسلمين من أيدي الظالمين ومن ظلمهم يا رب العالمين. اللهم ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا وسائر أعمالنا يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين
واجعلنا للمتقين إماما. اللهم اجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب وخلاصا من الحساب ونجاة من الصراط يا رب العالمين. اللهم أدخلنا الجنة بباب ريان. اللهم أدخلنا وأدخل والدينا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.